നമസ്കാരം. ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വാർത്തകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തിടെയായി കണ്ട 2 ന്യൂസ് ഹെഡ്ലൈൻസ് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ന്യൂസിൽ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് CMന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ചീഫ് മിനിസ്റ്റർ ആയതുകൊണ്ട് കേസിനെ പറ്റിയുള്ള ഫയലൊക്കെ അവകാശപ്പെടാനും കേസ് അട്ടിമറിക്കപ്പെടാനും സാധ്യതയുള്ളതുകൊണ്ട് ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നതാണ്. രണ്ടാമത്തെ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ED കസ്റ്റഡിയിൽ ആയതുകൊണ്ട് ഇനി ഡൽഹി ഭരിക്കാൻ പോകുന്നത് രാഷ്ട്രപതി ആയിരിക്കുമോ, രാഷ്ട്രപതിയുടെ ഭരണത്തിന്റെ കീഴിലായിരിക്കുമോ ഇനി ഡൽഹി എന്നാണ് രണ്ടാമത്തെ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ന്യൂസിൽ അരവിന്ദ് കെജ്രിവാളിനെ CMന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നായിരുന്നല്ലോ. ഇതിൽ കോർട്ട് വിധി പറഞ്ഞത് ഒന്ന് ജുഡീഷ്യൽ ഇന്റർഫറൻസിനുള്ള സ്കോപ്പ് ഒന്നും കാണുന്നില്ല, അതായത് കോർട്ടിന്റെ അധികാരത്തിൽ വരുന്നതല്ല. രണ്ട്, ഭരണഘടന പ്രതിപാദിക്കുന്നത് പോലെയല്ല സംസ്ഥാനം പ്രവർത്തിക്കുന്നത്, അതായത് ഡൽഹി ഭരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ രീതിക്കല്ല എങ്കിൽ മാൻഡമസ് റിട്ട് കോർട്ട് പുറപ്പെടുവിപ്പിക്കാമെന്നും പറയുന്നു. അതായത് കോർട്ടിന് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഒരു മാൻഡമസ് റിട്ട് പുറപ്പെടുവിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ജുഡീഷ്യൽ ഇന്റർഫെയർ ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഒന്നും അവിടെ കാണുന്നില്ല. അപ്പൊ അതായത് കോടതിയുടെ കീഴിലല്ല ഒരു CMന്റെ രാജി എന്ന് പറയുന്നത്. ഇനി എന്താണ് മാൻഡമസ് റിട്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന റിട്ടുകളിൽ ഒന്നാണ് മാൻഡമസ് റിട്ട്. മാൻഡമസ് എന്ന പദത്തിന്റെ അർത്ഥം കൽപ്പന എന്നാണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് കോടതിക്ക് മാൻഡമസ് റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ എന്താണ്, ഡൽഹിയിൽ, അതായത് ഏത് സംസ്ഥാനത്തില് ഭരണഘടന പ്രതിപാദിച്ചിരിക്കുന്ന രീതിയിലല്ല നിയമനിർമ്മാണ വ്യവസ്ഥിതി നടക്കുന്നതെങ്കിൽ ഒരു മാൻഡമസ് റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ ഹൈക്കോർട്ടിന് സാധിക്കും. ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് കോടതിയുടെ കീഴിലല്ല. ഇനി ആരാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്? ഇത് ആരുടെ കീഴിൽ വരുന്നതാ ഈ CMന്റെ രാജി എന്ന് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 164 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്ററെയും അതുപോലെ ചീഫ് മിനിസ്റ്ററിന്റെ കൗൺസിലുള്ള മറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. അതായത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കൗൺസിലുള്ള മറ്റു മന്ത്രിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. പിന്നെ മറ്റു മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരമായിരിക്കും. മുഖ്യമന്ത്രി പറയുന്ന ആൾക്കാരെ ആയിരിക്കും ഗവർണർ കൗൺസിലിലോട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. CMന്റെ കാലാവധി എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂരിപക്ഷം നിലനിർത്തുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് CMന്റെ പദവിയിൽ തുടരാം. ഗവർണറിന് രാജി ആവശ്യപ്പെടാൻ സാധിക്കില്ല. പക്ഷേ അസംബ്ലിയിൽ CMന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ ഗവർണറിന് രാജി ആവശ്യപ്പെടാം. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 154 ഗവർണറിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിനെ പ്രതിപാദിച്ചിരിക്കുന്നു. അത് പ്രകാരം ഗവർണറിന്റെ ഒരു എക്സിക്യൂട്ടീവ് പവർ ആണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. ഇനി സെക്കൻഡ് ന്യൂസിൽ പറഞ്ഞത് CM EDയുടെ കസ്റ്റഡിയിൽ ആയതുകൊണ്ട് ഡൽഹി ഇനി പ്രസിഡന്റിന്റെ ഭരണത്തിലായിരിക്കുമോ എന്നാണ്. അതിലും ഡിസിഷൻ എടുക്കേണ്ടത് ഗവർണറാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗവർണറിന്റെ ആർട്ടിക്കിൾ 154 എക്സിക്യൂട്ടീവ് പവേഴ്സ് പ്രതിപാദിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എക്സിക്യൂട്ടീവ് പവേഴ്സിൽ ഒരു പവറാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ആ സ്റ്റേറ്റിൽ രാഷ്ട്രപതിയുടെ ഭരണം ആവശ്യപ്പെടാൻ ഗവർണറിന് സാധിക്കും. നമ്മളിപ്പോ പറഞ്ഞത് ആർട്ടിക്കിൾ 154 ഗവർണറിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നതാണ്. അപ്പം അതിലൊരു പവറാണ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 356 ഗവർണർ എപ്പോഴൊക്കെയാണ് എങ്ങനെയാണ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് മറ്റൊരാളെ CM ആയിട്ട് അപ്പോയിന്റ് ചെയ്യാതെ ഇരിക്കുകയോ അറസ്റ്റിലായ CM കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നിയമം ഭരിക്കാൻ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാനോ സ്റ്റേറ്റ് ഭരിക്കാനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവർണറിന് പ്രസിഡന്റിന്റെ ഭരണത്തിന് ശുപാർശ ചെയ്യാൻ സാധിക്കും.
രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സസ്പെൻഡ് ചെയ്യുകയും സംസ്ഥാനത്തിന് മുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഡൽഹിയിൽ കേന്ദ്രഭരണം വേണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ, യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് തന്നെ ഭരിക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഗവർണറാണ്, ഡൽഹിയുടെ ഗവർണറാണ്. ഡൽഹിയുടെ ഗവർണറുടെ പേര് വിനയ് കുമാർ സക്സേന. അപ്പൊ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എങ്ങനെ തീരുമാനിക്കുന്നത്? ഭരണഘടനാപരമായ നിയമനിർമ്മാണം, ഒരു ഭരണം അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യാം രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടി. ഇനി കേരളത്തിൽ മുഴുവൻ 7 തവണയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് പഞ്ചാബിലാണ്. 1951 ജൂൺ 20-നായിരുന്നു. ഇതാണ് ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.